ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് പെറ്റ്സ് മീഡിയ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ അനന്തുവിൻ്റെ വീട്ടിൽ, അതായത് നമ്മുടെ പിങ്കിയുടെ വീട്ടിലാണ്. അപ്പോൾ പിങ്കിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം 2 ദിവസം മുന്നേ നമ്മുടെ പ്രവീണിയേട്ടനാണെങ്കിൽ നമ്മുടെ ലേസ് മീഡിയയിൽ കൂടെ നമ്മുടെ ടെറിയും അതുപോലെ തന്നെ പപ്പീസിനെ തമ്മിൽ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പപ്പിയുടെ അപ്ഡേറ്റ് പുള്ളിക്കാരന് വരാനൊക്കെ സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് പപ്പീസിനെ നമുക്ക് നേരിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ലേസ് മീഡിയയിൽ എന്തായാലും കാണിക്കാൻ പറ്റത്തുള്ളതെന്നാണ് പ്രവീണേട്ടൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദീസ് പെറ്റ്സ് മീഡിയയിലൂടെ നമുക്ക് ഇന്ന് പപ്പീസിനെ നേരിട്ട് കാണാം. ഇപ്പോഴത്തെ പപ്പീസിൻ്റെ കണ്ടീഷൻ, ബാക്കി കാര്യങ്ങൾ, പപ്പീസ് എങ്ങനെയാണ്, പിങ്കി എങ്ങനെയാണ്, പിങ്കിയുടെ റിയാക്ഷൻ എങ്ങനെയാണ് പപ്പി എടുക്കുമ്പോൾ എന്നൊക്കെ ഉള്ളത് കാണിക്കാം. അപ്പോൾ നമുക്ക് പിങ്കിയുടെ മുതലാളി ഇങ്ങോട്ട് വിളിക്കാം. വാടാ അനന്തു. അപ്പോൾ അതെ നമ്മുടെ മുതലാളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എത്ര ദിവസമായി പപ്പിക്ക്? ഇന്ന് 16 ദിവസമായിട്ടുണ്ട്. അപ്പം പപ്പിയുടെ കണ്ടി 2 പേരേ ഉള്ളൂ കേട്ടോ. അതെല്ലാം അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം അപ്ഡേറ്റ് കാണുന്നുണ്ട്. ലേസ് മീഡിയയിലും കാണുന്നുണ്ട്, എൻ്റെ ചാനലിലും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പപ്പിയെ നേരിട്ട് കാണാം, പിങ്കിയെ കൂടെ നേരിട്ട് കാണാം. ഓക്കെ. പിങ്കിയെ കാണുന്നതിന് മുന്നായിട്ട് ഇവിടെ 2 താരങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഷെപ്പേർഡും അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡനും. ഓക്കെ, ഇയാളുടെ പേര് എന്താണ്? ജൂലി എന്നാണ്. ഇയാൾ ലിയ. ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ച് കാണിക്കുകയൊക്കെ ചെയ്യും നമ്മൾ ചിരിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇയാൾക്ക് തോന്നണം. പിന്നെ ഇയാളുടെ രണ്ടുപേരുടെ വീഡിയോ നമ്മൾ പിങ്കിയുടെ കൂടെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും നമുക്ക് പപ്പിയും അതുപോലെ തന്നെ നമ്മുടെ പിങ്കിയും കൂടെ ഒന്ന് കാണാം. അയാൾ നല്ല ഫുഡ് അടിയാണ് കേട്ടോ. ഇയാളുടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും പ്രകാരം നമ്മൾ വരുന്നുണ്ട്. എന്നാൽ നമ്മൾ വീഡിയോയിൽ എന്തായാലും പറയാം. ഇവിടെ ഉണ്ട്, കാണിച്ചു. പിള്ളേരുണ്ട് കേട്ടോ. പിള്ളേരെ നമുക്ക് കാണിക്കാം. വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അമ്പലത്തിൽ ഇവിടെ ഉത്സവം നടക്കും കേട്ടോ. അപ്പം അതിൻ്റെ ചെറിയ സൗണ്ടും കാര്യങ്ങളും വായനയും കാര്യങ്ങളും നടക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരും കേട്ടോ. കാരണം സൗണ്ടൊക്കെ ഒരുപാട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്താ നമുക്ക് വിഷയത്തിലോട്ട് വരാം. പിങ്കിയാണ് നമ്മുടെ വിഷയം. ഓക്കെ, നമ്മൾ തുറന്നു വിടട്ടെ. തുറന്നു വിടാം. ഞങ്ങൾ ഓടി പോവില്ല, നമുക്ക് നോക്കാം. പപ്പിയുടെ അടുത്ത് തന്നെ പപ്പി ആഗ്രഹം കേട്ടോ. ഒരാള് ദേ വാദിക്കലുണ്ടേ. മാറിക്കേ. പാല് കുടിച്ചോ അല്ലയോ? ആണ്ടാ പെങ്കി ഇതേണ്ടേ. കടിച്ചു. അസൂയാട്ടോ അയാക്കെ. പിങ്കിയൊന്നും നമ്മള് ഇങ്ങനെ പിടിക്കാനൊന്നും ഇഷ്ടമല്ല. എങ്ങോട്ടാ കൈ വേദനിക്കുന്ന എവിടെ കൊണ്ടുപോവാ എന്നെ? എന്റെ മക്കളെ കാണാൻ വന്നതാ ഞാന്. മക്കളെ കാണിക്കുന്നു. അവിടെ റോഡിൽ പോകാനാണോ? മതി. എന്റെ പൊണ്ണ് മതി. അയ്യോ വേണ്ടേ ഇതുപോലെ സാധനം. കൈ എന്താ പാടി പിള്ളേരെ കാണാം. എന്താ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. കൈ വേണ്ട. 1 2 3 ഇതുണ്ട്. പക്ഷെ ആള് മുറുക്കത്തില്ല, നോവിക്കത്തില്ല കേട്ടോ. അപ്പൊ അതെ ചെരിപ്പെട്ടു. ഇതാണ് നമ്മുടെ പിങ്കിയുടെ പിള്ളേര്. കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നില്ല. ഒന്ന് സൂം ചെയ്തടാ. 2 ഫീമെയിലാണ് കേട്ടോ. 2 പേര് ഫീമെയിലാണ്. ഒരാളുടെ കഴുത്തിൽ റോസ് പാൻറ്റും ഒരാളുടെ കഴുത്തിൽ വയലറ്റ് പാൻറ്റും കെട്ടിയിട്ടുണ്ട്. അങ്ങനെ എടുത്ത് കാണിച്ചാലോ? നമുക്ക് വെളിയിലോട്ട് കൊണ്ടേ കാണിക്കാം.
ഇപ്പൊ എത്ര ദിവസമായെന്നാ പറഞ്ഞേ? 16 ദിവസം. 16 ദിവസം അല്ലേ? ഓക്കെ. മറ്റേ ഫീഡ് ചെയ്ത് കൊടുത്തായിരുന്നില്ല? ഏതാ നമ്മുടെ റോൾക്കനെ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ? 20 ദിവസം ആകുമ്പോ കൊടുക്കുന്നുണ്ടല്ലേ? അപ്പത്തേ ഇതാണതേ കണ്ട നമ്മുടെ പപ്പി. ഇതാണോ ആദ്യം ഉണ്ടായല്ലോ? അല്ല മറ്റേതാണ്. ഓക്കെ. ഇത് അതാ ഞാൻ ചോദിച്ചത്, കാരണം നമ്മുടെ ടെറിയുടെ ചെറിയൊരു ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് ഇയാൾക്ക്. മറ്റേത് പിങ്കിയുടെ കൂട്ട് നല്ല അത്യാവശ്യം വൈറ്റ് ആണ്. ഇത് നിന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകത്തില്ല. തരാം. നിന്റെ കുഞ്ഞിനെ കൊണ്ടുപോകത്തില്ല. നമ്മൾ ഇയാൾക്ക് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പേരിൽ ചടങ്ങൊക്കെ പിന്നീട് നമ്മൾ എന്തായാലും ഇടുന്നതാണ്. ഓക്കെ. പിന്നെടാ കുറെ പേര് ചോദിച്ചു പപ്പി സെയിൽ ചെയ്യുന്നുണ്ടോ? പ്ലാനെന്ന് പറഞ്ഞേ. പപ്പി സെയിലില്ല. നമ്മള് നമ്മുടെ ഒരു ബന്ധു നമ്മൾ നിർത്തുവാണ്. നമുക്ക് കാണണം ഇതിന്റെ വളർച്ച എങ്ങനെയാന്നുള്ളത്. അവിടെ കൊടുക്കുക. പിന്നെ ഒരാള് പ്രവീൺചാണ്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെന്തായാലും പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. എന്തായാലും ഇപ്പൊ ഒരു മറുപടി ആയല്ലോ. നമ്മളങ്ങനെ ബിസിനസ് പരമായിട്ട് ബിസിനസ് മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നിർത്താം. കണ്ട താഴെ വിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അങ്ങ് പോകും. പിന്നെ നടക്കും കേട്ടോ, നല്ല ആരോഗ്യം. എപ്പോഴും ഫുൾ ടൈം ഇവിടെ കൂടെ തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ മരുന്ന് വല്ലതും കൊടുക്കുന്നുണ്ടോ? ഡ്രോപ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. കണ്ട തടയുന്നുണ്ട്. ഷപ്പേട് വന്നപ്പോ കണ്ട അടുപ്പിക്കത്തില്ല. അവളുകൊണ്ട് പുറകെ പോകുന്നുണ്ട. ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് പിങ്കി കേട്ടോ. കുഞ്ഞുങ്ങളെ ഇത് തുറന്നു കാണിക്കാം കേട്ടോ ഒന്നുകൂടെ എങ്ങനെയാന്ന്. നമ്മുടെ ജൂലി അങ്ങോട്ട് പോയിട്ടുണ്ട്. എനിക്ക് പേടിയല്ലേ? രണ്ടുപേരും ഭയങ്കര കമ്പനിയൊക്കെയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവള് ലിറ്ററായ സമയത്തെ നമ്മുടെ പിങ്കി ആയിരുന്നു നമ്മുടെ ജൂലിയുടെ കുട്ടിയെ നോക്കിയത്. പക്ഷെ പിങ്കിക്ക് ആരും സഹായം വേണ്ട. പിങ്കിയുടെ പിള്ളേരെ നോക്കാൻ തന്നെ അറിയാമെന്നാണ് പിങ്കി പറയുന്നത്. അതാണ് ജൂലിയെ ഓടിച്ചു വിടുന്നത്. ഓക്കെ. ഇതേ കളിക്കുന്നുണ്ട. എങ്ങോട്ടോ ഗ്യാസ് കുറ്റി അടിയിലൊക്കെ ഏതാണ്ട് തപ്പാൻ പോവുക. അത് മണം പിടിച്ചു പോവുക. ടെറിയുടെ കുഞ്ഞല്ലേ, സെർച്ച് കമാൻഡ് ചെയ്യുക. പോന്നുണ്ട്. പിങ്കി മുതലാളിയോട് ഭയങ്കര ലോയലാണ് കേട്ടോ. ഭയങ്കര അറ്റാച്ച്മെന്റ് ഒക്കെയാണ്. എവിടെ വേണമെങ്കിലും പിങ്കി നമുക്ക് കൊണ്ടുപോകാം. ഒരാളത് താഴെ നടക്കുന്നുണ്ട്. കുസൃതി കൊടുക്ക. അത്തേറ് പിങ്കി വേണ്ടേ നിന്റെ പിള്ളേര് വേണ്ടേ? ഇവനെ അങ്ങ് എടുത്ത് അതുകൊണ്ട് കൊണ്ടുപോകും. ഓടിച്ചു വിടുന്ന കണ്ട താഴെ വീട കുഞ്ഞ്. കണ്ട ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. കണ്ട സമ്മതിക്കത്തില്ല. എന്നാലും നമ്മുടെ ജർമ്മനാണെങ്കിൽ തുടർന്നൊക്കെ ഉണ്ട്. പക്ഷെ പിങ്കി തേണ്ട 2 കാലം എടുത്ത് കുഞ്ഞിന്റെ മണ്ടയ്ക്ക് വെച്ച് നീ അങ്ങനെ തൊടണ്ടാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിങ്കി തേണ്ടേ? അയ്യോ ഇയാൾ എന്താ കാണിക്ക്? അവിടെ വേറൊരു കുഞ്ഞിടപ്പുണ്ടേ. കണ്ട ഇടിച്ചു കളയുന്നുണ്ട്. ഇനിയും കൂടുതലായ കടി കൊട്ടും. കണ്ട കാവലെടുക്കുന്നുണ്ട് കുഞ്ഞിനെ. നമ്മളൊന്നും എടുക്കുന്നതിന് വിഷയമില്ല. വേറെ ഡോഗ് വരരുത്. അകത്തൊരു കുഞ്ഞിടപ്പുണ്ടേ. പിന്നീട് കുഞ്ഞിനെടുത്ത് പിങ്കി എന്റെ കുഞ്ഞിനെ എടുത്തടി. ഇവിടെ കേറിപ്പോന്ന് കണ്ട
നിന്റെ അടി നീ എടുത്തോടി. ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല. കണ്ട 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 കടിക്കുന്നുണ്ട കണ്ട. ഇതൊന്നും അല്ലായിരുന്നല്ലയോ ഒന്നാമത്തെ ദിവസമൊക്കെ. ഓടിക്കുമായിരുന്നു, പറപ്പിക്കുമായിരുന്നു. ഇവള് ജോലി ഓടിയ വഴിയിൽ പുല്ലുപോലും മുളക്കത്തില്ല, അതുപോലത്തെ ഓട്ടമായിരുന്നു. കാര്യമൊക്കെ ശരി തന്നെ. പിള്ളേരെ തൊട്ട് കഴിഞ്ഞാൽ പിങ്കിയുടെ സ്വഭാവം മാറും. ഇന്നല്ല. അപ്പൊ അതെ നമ്മളെ 2 തങ്കക്കുടങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇദ്ദേഹമാണ് കേട്ടോ ആദ്യം വന്ന ആള്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പിങ്കിയുടെ കൂട്ടായിരിക്കുന്നത്. കണ്ട കണ്ട. ആ ഇല്ല ഇല്ല ഇല്ല, ഇപ്പൊ വിട്ടേക്കാം. കളർ കണ്ടതേ, അത് ഇദ്ദേഹത്തിന് കളർ ഉണ്ട്. കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഇദ്ദേഹത്തിന് കൂടുതലാണ്. ഓഫ് വൈറ്റ് കളർ കുറച്ച് ഇദ്ദേഹത്തിനാണ് കൂടുതൽ. ഇല്ല ഇല്ല, വിട്ടേക്കാം വിട്ടേക്കാം വിട്ടേക്കാം. ആൾക്കാരെയൊക്കെ കാണണ്ടായോ നമുക്ക്? എല്ലാവരും കാണിക്കണ്ടായോ മോനെ? 2 ഫീമെയിലാണ് കേട്ടോ, 2 ഫീമെയിലാണ്. നല്ല ഹെൽത്തി പപ്പീസാണ്. പിന്നെ നമ്മളെ പുറത്തങ്ങനെ നടക്കും ഇല്ലല്ലോ. ഇപ്പോഴല്ലേ കയ്യിൽ എൻ്റെ കയ്യിലല്ല ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ സോപ്പിടെ കൈയിട്ടൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഇല്ലയോ. 2 പേര് കുഴപ്പമില്ല, 2 പേര് സീനൊന്നും ഇല്ലേ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടോ. ഇയാൾ കുറച്ച് പ്രശ്നക്കാരനാണ്. രണ്ടാമത്തെ പപ്പിയോ ഇത് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ. അതെ എനിക്കറിയാലോ, മുതലാളിക്ക് അറിയത്തില്ല കേട്ടോ. പിങ്കി തന്നെ അങ്ങോട്ട് പോകണം, ഒന്ന് കാണിച്ച്. മൂത്രം വയ്ക്കാൻ പോയത് പിങ്കി, ഞാൻ മക്കളെ കൊണ്ടുപോവാ. മറ്റവരൊന്നും നോക്കത്തില്ലേ? ഷെപ്പേഡ് നക്കൊക്കെ ചെയ്യും, അതൊന്നും ചെയ്യത്തില്ല. ഇപ്പൊ വലിയ കുഴപ്പമില്ല. നേരത്തെ നല്ല ഇതായിരുന്നു. നേരത്തെ പിങ്കി നല്ല അഗ്രസീവ് ആയിരുന്നു. ഇതാണ് നമ്മുടെ പപ്പീസ്. ഓക്കെ, നോസ് ആദ്യം വന്നപ്പോ ജനിച്ചപ്പോ പിങ്ക് കളർ ഡാർക്കായി. ഇത് രണ്ടാമത് വന്നയാണ് ആദ്യം കണ്ണു തിരിഞ്ഞ്. രണ്ടാമത് ബാൻഡ് റേറ്റ് കൊടുത്തേ ഞാൻ തന്നെ. നമ്മുടെ ലിയായിക്ക് ഗോൾഡൻ റിട്രീവറിന് കിട്ടിയ ബാൻഡാ. ഓ ഇതല്ലേ, അതിനെ മേടിച്ചപ്പോ അതിന്റെ കഴുത്തെ കിടന്നേ. അമ്മ നമ്മ അവിടെ വേറെന്തോ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കണ്ടാ. എന്നാ പിങ്കി ബാ, ഞങ്ങള് പോവാ. ഞാൻ പോവാ, എന്റെ കൊച്ചിനെ കൊണ്ട് ഞങ്ങള് പോവാ. ഇങ്ങോട്ട് പോയി ഞാൻ പോകത്തില്ല. ഇപ്പൊ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ബോക്സിലോ വേറെ കിടത്തൊന്നും ഇല്ലല്ലോ. ഓക്കെ, എന്തായാലും ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല കേട്ടോ. എടുത്താൽ കിട്ടാക്കും, കാരണം കഷ്ടമാ. കൊണ്ടുപോകുന്നടി വേറെ ഡോഗെല്ലാം കടിച്ചു കുറച്ചായിരുന്നു. പിങ്കി ആയതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ വെച്ചേക്കാം അല്ലേ. കൂട്ടന്മാര ഇല്ല. എന്തൊക്കെയായാലും നമുക്ക് പിങ്കിയുടെ സ്വഭാവം കിട്ടിയാൽ മതിയായിരുന്നു. കാരണം ഇതുപോലത്തെ സ്വഭാവമുള്ള ഡോഗൊക്കെ എന്താ വെച്ചാൽ വളരെ കുറവാണ്. നല്ല അറ്റാച്ച്മെന്റ് ആണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇപ്പം വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ കയ്യൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ട് സോഫയിൽ കൊണ്ടിരുത്തും. വേണമെങ്കിൽ ചായ വരെ വേണമെങ്കിൽ എടുത്തു കൊടുക്കും. അതുപോലത്തെ ടീമാണ്. ഇവിടെ കിടപ്പുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത്രയ്ക്ക് സ്നേഹവും നല്ല അറ്റാച്ച്മെന്റ് ഉള്ള ഡോഗാണ്. അപ്പൊ ഇതേ സ്വഭാവമുള്ള പപ്പീസിൽ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടെന്നും നല്ലതായിരുന്നു. അപ്പൊ നമ്മള് പേരിപ്പോ പപ്പീസിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പേരുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം പേര് ഇത്രയേ ഉള്ളൂ നിബന്ധന, വെറൈറ്റി ആയിരിക്കണം. വേറെ ഡോഗിനൊന്നും അങ്ങനെ കോമൺ ആയിട്ടുള്ള പേരൊന്നും പാടില്ല. അതുപോലെ തന്നെ ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ ആ പേര് മറക്കുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പേരാണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞ റേഞ്ചർ എന്ന് പറഞ്ഞ് നമ്മുടെ ഡോഗിന് പേരിട്ട് വിട്ട്. കാരണം 1 and only പീസാണ് ആ പേര്. വേറെ ഡോഗിനൊന്നും അങ്ങനെ ആ പേര് ഉണ്ടായിട്ട് എനിക്ക് അറിയത്തില്ല. ഒരു 10 ഡോഗ് താഴെ കാണത്തുള്ളൂ അങ്ങനെ പേരിട്ട് ഡോഗ്. അപ്പോൾ അതുപോലത്തെ നെയിമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും പേര് കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പിങ്കിയെ നമുക്ക് ഒന്നുകൂടെ കാണാം. പിങ്കി ഇവളുടെ ആരോഗ്യത്തിന് ഇവൾക്ക് ഇപ്പൊ എന്തോ ഫീഡ് ചെയ്യുന്നേ? റോൾക്കനെ ഫീഡ് ചെയ്യുന്നുണ്ട്. മറ്റേ ചേട്ടൻ കൊണ്ടു തന്നെ. ഓക്കെ, എന്നാ കാണാൻ വരുന്നത് പറഞ്ഞേ? 30 ദിവസം എല്ലാം ഒന്ന് ഫ്രീ ഒക്കെ ആയിട്ട് വരാന്ന് പറഞ്ഞു. കാലിൽ എറിയതുള്ളതുകൊണ്ടാണ് പുള്ളിക്കാരൻ വരാത്തത് അല്ലേ? പപ്പി ഉണ്ടായെന്ന് പറയുമ്പോ വന്നായിരുന്നു. ഇനിയിപ്പോ ചെറിയ വരുന്ന നമുക്കൊരു സൂപ്പർ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കണം. ഇങ്ങനെ വെള്ളം കുടിക്കുന്നു.
ഓക്കെ, ഇനിയിപ്പോൾ 20ാമത്തെ ദിവസം തൊട്ട് നമുക്കിനി മറ്റേ എന്താണ് ഡോഗ് ഫുഡ് ഫീഡ് ചെയ്ത് കൊടുക്കാം പപ്പീസിന്. അപ്പം അതെല്ലാം നമ്മൾ ലൈവായിട്ട് നമ്മൾ എന്തായാലും വീഡിയോയിൽ നമ്മൾ കാണിക്കാം കേട്ടോ. അപ്പം എന്തായാലും ഇത്രയാണ് നമ്മുടെ പിങ്കിയുടെയും പപ്പിയുടെയൊക്കെ അപ്ഡേറ്റ്. ഇപ്പോൾ പപ്പി നിങ്ങൾ കണ്ടല്ലോ, വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനൊന്നുമില്ല. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.